എനിക്ക് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. അപ്പം ചെറുതാണല്ലോ, അവൻ എന്തെങ്കിലും കാത്തിരിക്കും, അമ്മ എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. എന്തോ ഒരു എന്താ പറയുക, സൂചേട്ടൻ മരിച്ച ആ ഡ്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ഡ്രോമയിലേക്ക് ഞാൻ വന്നു, ഇടിച്ചു കയറി വന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. ശരിക്കും പറഞ്ഞാല് അത്രയും നെഗറ്റീവായിട്ട് കയറി പോയിട്ട് അത്രയും പോസിറ്റീവായിട്ട് ഇറങ്ങി വല്ലതും കാണുന്നുണ്ടോ? ഫോണ് കിട്ടിയല്ലേ ഉള്ളൂ അല്ലേ? അതെ, ഇപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ അങ്ങനെ കാണത്തില്ല, എന്നാലും നോക്കാം. ജസ്റ്റ് ഇനി കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ കാണാം. ഈ 35 ദിവസം അതിനുള്ളിൽ കിടന്നിട്ട് പുറത്തേക്ക് പുറം ലോകം കണ്ട 35 വർഷം പോലെ തോന്നുന്നു എനിക്ക്. ആണല്ലേ? എന്റെ പൊന്നെ, അപ്പൊ 100 ദിവസം നിൽക്കുന്നവരുടെ കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ പിന്നെ എന്റെ മാത്രം ബർത്ത്ഡേ അല്ല, നമ്മുടെ മമ്മൂക്കയുടെയും കൂടെ ബർത്ത്ഡേ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. സെപ്റ്റംബർ 7. അതാണ് ഞങ്ങൾ സെപ്റ്റംബർ 7 ജനിച്ച ഞങ്ങൾക്ക് പ്രായം ഏജ് തോന്നിക്കത്തില്ല. അതാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633 888 575. ഹായ് ഹലോ. അപ്പൊ ബിഗ് ബോസിൽ നിന്ന് കറക്റ്റ് ഇറങ്ങിയിട്ട് ചൂടോടുകൂടി ഞങ്ങളുടെ കയ്യോടെ പൊക്കിയിട്ടുണ്ട് നമ്മൾ രേണുസുതി ചേച്ചീനെ. ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ചേച്ചി ഏകദേശം ഒരു 35 ദിവസം അവിടെ നിന്നു. 35 ദിവസത്തിന് ശേഷം നമ്മളിതാ ഈ കാറിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ ഋതപ്പനെ കാണണം എന്നാണ്. ആ ആഗ്രഹം ചാൽകരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും എത്രത്തോളം സന്തോഷമുണ്ട്. ഇപ്പൊ മോനെ 35 ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഋതപ്പനെ മാത്രമല്ല കിച്ചുവിനെ അതുപോലെ. അതെ അതെ, എനിക്ക് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. എനിക്ക് കരഞ്ഞു കരഞ്ഞ് ഇനി എനിക്ക് കരയാൻ വയ്യ, കൊണ്ടാണ് ഞാൻ കരയാത്തത്. നല്ല ക്ഷീണമുണ്ട്, മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഇന്നലെ തൊട്ടേ എട്ടായപ്പോൾ തൊട്ടേ നല്ലതായിട്ട് ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല. രാവിലെ കുറച്ച് 2-3 കാപ്പി കുടിച്ചു. എനിക്ക് മധുരപ്രിയ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. കുറച്ച് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച്. അവിടെ ഏറ്റവും കൂടുതൽ പഞ്ചസാര ചേച്ചിയായിരുന്നു. അല്ല, ഷുഗർ കൂടുതലൊന്നും ആർക്കറിയാം. എന്തായാലും മക്കളെ കാണാനുള്ള എക്സൈറ്റഡ് ആണ് ഞാൻ. ഭയങ്കര സന്തോഷം. കിച്ചുവിനെ ഞാൻ വിളിച്ചായിരുന്നു. കിച്ചു കൊല്ലത്താണ്. അതെ അതെ, ഞാൻ അവനെ വിളിച്ചായിരുന്നു. മോനെ ഋതപ്പനെ കാണണം, ഹാപ്പി ആയിട്ട് പോകുന്നവനെ കാണണം. കിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇന്നുണ്ടോന്നറിയില്ല, വരും. അപ്പൊ ഓക്കെ, 35 ദിവസങ്ങൾക്ക് ശേഷം ഋതപ്പൻ ചെറുതാണല്ലോ, അവൻ എന്തെങ്കിലും കാത്തിരിക്കും, അമ്മ എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. എന്താ അമ്മ കൊണ്ടുകൊടുക്കാൻ പോകുന്നത്? എന്തെങ്കിലും മുട്ടായി. ഇവിടെ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും മുട്ടായി മേടിക്കാം. മുട്ടായി ഒക്കെ മേടിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ നിർത്തും, ഇവിടെ നിർത്തും. പിന്നെ എന്റെ മാത്രം ബർത്ത്ഡേ അല്ല, നമ്മുടെ മമ്മൂക്കയുടെയും കൂടെ ബർത്ത്ഡേ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. സെപ്റ്റംബർ 7. അതാണ് ഞങ്ങൾ സെപ്റ്റംബർ 7 ജനിച്ച ഞങ്ങൾക്ക് പ്രായം ഏജ് തോന്നിക്കത്തില്ല. അതാണ്. ഇപ്പൊ അമ്മച്ചിയായിട്ടുണ്ട് ഞാനല്ലേ. നല്ല ക്ഷീണമാണ്, നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. ബിഗ് ബോസിനകത്ത് പോയിട്ട് ഇപ്പം വന്നല്ലോ, ഇപ്പൊ വെളിയൊക്കെ കാണുന്നല്ലേ ഉള്ളു. അതിന്റെ ഒരു ത്രില്ലിംഗ് ആണ് ഞാൻ. ഈ 35 ദിവസം അതിനുള്ളിൽ കിടന്നിട്ട് പുറത്തേക്ക് പുറം ലോകം കണ്ട 35 വർഷം പോലെ തോന്നുന്നു എനിക്ക്. ആണല്ലേ? എന്റെ പൊന്നെ, അപ്പൊ 100 ദിവസം നിൽക്കുന്നവരുടെ കാര്യം. സന്തോഷം. അവരെ നിൽക്കട്ടെ, അവരുടെ മെന്റലി ഓക്കെ അല്ലേ അവര്. എനിക്ക് ഓക്കെ അല്ലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പം. എന്തോ ഒരു എന്താ പറയുക, സൂചേട്ടൻ മരിച്ച ആ ഡ്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ഡ്രോമയിലേക്ക് ഞാൻ വന്നു, ഇടിച്ചു കയറി വന്നു. അതാണ് എനിക്ക് പറ്റിപ്പോയത്. എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ. ഇപ്പം എത്രയോ പേര്, ഇപ്പം എല്ലാവരും എത്രയോ പേര് കണ്ടസ്റ്റൻസ് 2ഉം 3ഉം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ എവിക്റ്റ് ആയിപ്പോയിട്ട് എത്രയോ സീസണിൽ അങ്ങനെ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കാരണം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. ബിഗ് ബോസ് എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട്, ഷോർട്സ് കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഓരോരുത്തരുടെ മെൻ്റലി ഹെൽത്ത് വ്യത്യസ്തമാണ്. നമ്മൾ പുറത്ത് ചിലപ്പം നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ പോലും അകത്ത് കയറി കഴിയുമ്പോൾ നമ്മൾ ടോട്ടലി ചില ആളുകൾക്ക് ഡൗൺ ആയി പോകും, ചില ആളുകൾ അതിജീവിക്കും. അപ്പം എന്നെ സംബന്ധിച്ച് സുധിച്ചേട്ടൻ മരിച്ച അതേ ഡ്രോമയാണ് എനിക്ക് അതിൽ കയറി. അപ്പം ഞാൻ അപ്പം തൊട്ട് പറയുന്നുണ്ട്, ശാരിക എന്ന് പറയുന്ന അവരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അവൾ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു, എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ശാരികയോട് ഞാൻ ഫസ്റ്റ് ദിവസമല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ആ ഒരു പണി കിട്ടിയില്ലേ, ഏജിൻ്റെ പണി, അതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയി. സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ അത് എടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഞാൻ ഓർത്തില്ല 35 ദിവസം ഞാൻ നിൽക്കുമെന്ന്. എനിവേ എന്തായാലും 35 ദിവസം നിന്നു. പക്ഷെ എൻ്റെ പ്രേക്ഷകരുടെ സ്നേഹം എല്ലാത്തിനും
നന്ദി. കൂടെ ഉണ്ടായിരുന്നു. അതെ അതെ പക്ഷെ ഇപ്പൊ ചേച്ചി സ്വയമായിട്ട് ഇറങ്ങിപ്പോതാ മുട്ടായി കണ്ടേ മതിയോ? ഋതപ്പന്റെ മുട്ടായി, ഋതപ്പന്റെ മുട്ടായി കാണിച്ചു കൊടുക്ക്. ഋതപ്പന്റെ മുട്ടായി. അതെ, ചേച്ചി അവിടെ നിന്ന് ശരിക്കും സ്വയം ഇറങ്ങി വന്നതാ. ചേച്ചിക്ക് അത്രയും ഓട്ടുണ്ടായിരുന്നു. ഒരു എവിക്ഷൻ വഴി ഇറങ്ങി പറഞ്ഞു വിട്ടതല്ല, അല്ല, ചേച്ചി സ്വയം ഇറങ്ങി വന്നതാണ്. അത് ലാലേട്ടൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ? പറഞ്ഞായിരുന്നു. നല്ല ഓട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അതിന് പുറത്ത്. അതെ, ശരിക്കും പറഞ്ഞാല് അത്രയും നെഗറ്റീവായിട്ട് കയറി പോയിട്ട് അത്രയും പോസിറ്റീവായിട്ട് ഇറങ്ങി വല്ലതും കാണുന്നുണ്ടോ? ഫോണ് കിട്ടിയല്ലേ ഉള്ളു അല്ലേ? അതെ, ഇപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്. ഇനി ഞാൻ അങ്ങനെ കാണത്തില്ല, എന്നാലും നോക്കാം. ജസ്റ്റ് ഇനി കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ കാണാം. ഇതുവരെ ഒന്നും ഇറങ്ങിയതിന് ശേഷം ഫസ്റ്റ് വിളിച്ചത് ആരെയാ? ഇറങ്ങിയതിന് ശേഷം ഫോണ് കയ്യിൽ കിട്ടിയപ്പോ ആദ്യം വിളിച്ചത് ആരെയാ? ഫസ്റ്റ് വിളിച്ചത് ചേച്ചിനെ. എന്താ പറഞ്ഞത് ചേച്ചിനോട്? ഞാൻ ഇറങ്ങിയെന്ന്. അവരപ്പോ ചിരിച്ചിട്ട് പറഞ്ഞു വേഗത്ത് വാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാരും വെയിറ്റിംഗ് ആണ്. ആവോ അറിയില്ല. ചേച്ചി പോയി കാണും, ഡ്യൂട്ടിക്ക് പോയി കാണും. മോൻ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്താ ഋതപ്പൻ അമ്മ അറിഞ്ഞു. മോന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തും. ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. വീട്ടിൽ ചെന്നിട്ട് ബാക്കി കണ്ടു നോക്കാം. വണ്ടി വന്നു. പോയോ ഓണാഘോഷം? എന്നിട്ട് എപ്പോ വന്നു? തിരിച്ചു ഭയങ്കര ആഘോഷമാണ് ഓണ പരിപാടി എല്ലാം. ചേട്ടന്റെ ബന്ധുക്കാരെല്ലാം കുറച്ച് അമ്മയ്ക്ക് കൊടുക്കണ. വേണു അമ്മ എന്തിയെ? വേണുമ്മയ്ക്ക് കുറച്ച് കൊടുക്ക്.